നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം ജില്ലാ സമ്മേളനത്തിന് തൃപ്രയാറിൽ തുടക്കമായി. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടെയാണ് COA മുന്നോട്ടു പോകുന്നതെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. മരൊട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന ശല്യം തടയാൻ സ്ഥാപിച്ച ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് കർഷകർ. കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്ക് നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. പണിമുടക്ക് ജില്ലയിൽ സമ്പൂർണ്ണമാകുമെന്ന് നേതാക്കൾ. തുടർ ഭരണത്തിനെതിരെയുള്ള പ്രതികരണത്തിൽ വിമർശകർക്ക് മറുപടിയുമായി കവി K. സച്ചിദാനന്ദൻ. പറയാൻ ശ്രമിച്ച കാര്യങ്ങളുടെ ആഴം അറിയാതെയാണ് വിമർശനമെന്ന് സച്ചിദാനന്ദൻ. ജില്ലയിൽ പകൽ താപനില ഉയരുന്നതിനാൽ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനായി എളവള്ളി പഞ്ചായത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ചിറ്റാട്ടുകരയിൽ നടന്ന സമാപന യോഗം CITU മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വെങ്കിടങ്ങിൽ സംയുക്ത യൂണിയൻ കാൽനട പ്രചരണ ജാഥ നടത്തി. ജാഥ ക്യാപ്റ്റൻ AITUC പഞ്ചായത്ത് സെക്രട്ടറി CP ജോൺസിന് പതാക കൈമാറി. കുന്നംകുളത്ത് കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ചൊവ്വന്നൂർ സ്വദേശി കൂളിപ്പറമ്പിൽ വീട്ടിൽ 75 വയസ്സുള്ള രാമനാണ് മരിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ തൃശൂർ ഈസ്റ്റ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. പീച്ചിയിൽ നടന്ന സമ്മേളനം V. സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തിയിൽ ഇസാഫ് ബാങ്ക് ചെയർമാന്റെ വീടിന് മുന്നിൽ കിടപ്പാട സംരക്ഷണ സമിതി കുത്തിയിരിപ്പ് സമരം നടത്തി. ചെറുകിട വായ്പകളുടെ മറവിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ നിർധന കുടുംബങ്ങളെ ചൂഷണം ചെയ്യുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ പള്ളിവേട്ടയിൽ പതിറ്റാണ്ടുകളായി പാരമ്പര്യത്തിന്റെ ശബ്ദമായിരുന്ന കൊളാടി തറവാട്ടിലെ കാരണവർ രാമൻ മേനോൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കായിക യുവജന കാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന വിതരണോദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്പോർട്സ് ഫെസ്റ്റിവലിന് തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സിൽ നടന്ന നീന്തൽ മത്സരങ്ങളുടെ തുടക്കമായി. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ VP ജഗതിരാജ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടിസം, ബുദ്ധിവൈകല്യം, സെറിബ്രൽ പാൾസി തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി തൃപ്രയാർ ശ്രീരാമചന്ദ്ര സേവ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു. നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി AICC സെക്രട്ടറി PV മോഹനൻ കൊടുങ്ങല്ലൂർ കോൺഗ്രസ് ഓഫീസ് സന്ദർശിച്ചു. ജില്ലാ കോൺഗ്രസ് ഭാരവാഹികളായ TM നാസർ, VM മുഹിയുദ്ദീൻ, PU സുരേഷ് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു തുടങ്ങിയവർ AICC സെക്രട്ടറിയെ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വാർഡ് കൌൺസിലർ MS വിനയകുമാറിന്റെ നേതൃത്വത്തിൽ എമർജൻസി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ചെമ്മാപ്പള്ളി ALP സ്കൂളിൽ നടന്ന പൂർവ്വ PTA സംഗമവും യാത്രയയപ്പ് സമ്മേളനവും CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാന അധ്യാപിക BS സുഷമ അധ്യക്ഷത വഹിച്ചു. 1444ാമത് ആറാട്ടുപുഴ പൂരത്തിന്റെ മേളം പ്രമാണിമാരെ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി നിശ്ചയിച്ചു. ആറാട്ടുപുഴ തിരുവാതിര വിളക്കിന്റെ പഞ്ചാരിമേളം പഴുവിൽ രഘുമാരാരും, പെരുവനം പൂരത്തിന്റെ പാണ്ടിമേളം പെരുവനം കുട്ടന്മാരാരും, തറയ്ക്കൽ പൂരത്തിന്റെ പാണ്ടിമേളവും ആറാട്ടുപുഴ പൂരത്തിന്റെ പഞ്ചാരിമേളവും പെരുവനം സതീശന്മാരാരും പ്രാമാണികത്വം വഹിക്കും. ചേറ്റുവ പാലത്തിൽ കുന്നുകൂടി കിടക്കുന്ന മണൽ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ചേറ്റുവ പുഴയിൽ നിന്ന് എടുത്തുകൊണ്ടു പോകുമ്പോൾ ലോറിയിൽ നിന്ന് ചോർന്നു വീണ മണലാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിന്റെ വജ്രജൂബിലി സമ്മേളനം ശനിയാഴ്ച കോഴിക്കോട് സംഘടിപ്പിക്കും. പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ തഡ്രക്ഷക് മെഡൽ നേടിയ തൃശൂർ ഗവൺമെന്റ് ലോ കോളേജ് പൂർവ്വ വിദ്യാർത്ഥിനിയെ ആദരിക്കും. പെരുമ്പിലാവ് സ്വദേശിനി കമാൻഡന്റ് ഇന്ദു P. നായർക്കാണ് ഇന്ദോളം എന്ന പേരിൽ ശനിയാഴ്ച ലോ കോളേജിൽ ആദരമൊരുക്കുന്നത്.
തിരുവല്ലോമല പഴയന്നൂർ പ്രധാന പാതയിലെ അനധികൃത നിർമ്മാണങ്ങൾ വഴിയാത്രികരെയും പരിസരവാസികളെയും ദുരിതത്തിലാക്കുന്നു. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പരിസരത്താണ് താമസത്തിനും മറ്റുമായി നിരവധി ഷെഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സംഗീത സംവിധായകൻ എം ശിവശങ്കറിന്റെ സ്മരണാർത്ഥം നടത്തിയ കവിതാരചനാ മത്സരത്തിൽ മായന്നൂർ VLP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി ജോയേന ബിനു വിജയിയായി. എഴുത്തുകാരൻ സുനിൽ P. ഇളയടം പുരസ്കാരം സമ്മാനിച്ചു. ഈ മാസം 22-ന് നടക്കുന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ NDA വിജയിക്കുകയാണെങ്കിൽ ED പിടിച്ചെടുത്ത 128 കോടിയുടെ വസ്തുവകകൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് തിരികെ നൽകും. ബിനാമി പേരിലെടുത്ത വായ്പകൾ പുറത്തുവിടുമെന്നും നേതാക്കൾ. 5 ദിവസങ്ങളിലായി പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവം സമാപിച്ചു. 319 പോയിന്റ് നേടി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി. സീറ്റ് സൗകര്യമില്ലെന്ന പരാതിയിലും സംസാരിക്കാൻ അനുമതി നിഷേധിക്കുന്നുവെന്നാരോപിച്ചും കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ BJP കൗൺസിലർമാരുടെ പ്രതിഷേധം. ചെയർപേഴ്സൺ സൗമ്യ അനിലിന്റെ ഡയസിന് മുന്നിൽ നിലയുറപ്പിച്ചായിരുന്നു പ്രതിഷേധം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഉപജില്ലാ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ കൊടകരയിൽ സെമിനാർ സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക നായകർ പ്രിയപ്പെട്ടവരാണെന്നും അവരുടെ അഭിപ്രായത്തിന് നേരെ യാതൊരു കടന്നുകയറ്റവും പാടില്ലെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും റവന്യൂ മന്ത്രി K. രാജൻ. അഭിപ്രായം പറഞ്ഞാൽ അതിനെ ഏതെങ്കിലും വിധത്തിൽ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാനാകില്ലെന്നും മന്ത്രി. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മത്തവിലാസം കൂത്തോടെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ശിവരാത്രി ദിവസം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാദേവനും മഹാവിഷ്ണുവിനും ലക്ഷാർച്ചന നടക്കും. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ അയ്യപ്പത്ത് റോഡിന് സമീപം റോഡ് പണിക്കായി ഉപയോഗിക്കുന്ന ട്രാക്ടറും കാറും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടമുണ്ടാക്കിയ ട്രാക്ടർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എരുമപ്പെട്ടി കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം അരങ്ങേറി. ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര കലാനിലയത്തിലെ കലാകാരന്മാരാണ് അവതരണം നടത്തിയത്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ സംസ്ഥാന സമ്മേളനം ഈ മാസം 14-ന് കോഴിക്കോട് നടക്കും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുള്ള വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. പീച്ചി വിലങ്ങന്നൂരിൽ സ്റ്റേ പട്ടയ അദാലത്ത് സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർമാർക്കുള്ള ദ്വിദിന പരിശീലനം കിലയിൽ ആരംഭിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. SFI കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം പെരിഞ്ഞനത്ത് നടന്നു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം P. താജുദ്ദീൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.